ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ പ്രേക്ഷിത ദൗത്യം നൽകി പറഞ്ഞയച്ച 72 ശിഷ്യന്മാര് തിരിച്ചു വന്ന ഈശോയോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഒരു വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഞങ്ങളുടെ മിഷനൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു അല്ലെ, പിശാചൊക്കെ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈശോ പറയുകയാണ്, സാത്താൻ സ്വർഗത്തിൽ നിന്നും ഇടിമിന്നൽ പോലെ നിമിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ സാത്താൻ നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് കീഴടങ്ങി എന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ശിഷ്യനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോ നമ്മളെ ഏൽപ്പിച്ച പ്രേക്ഷിത ദൗത്യം ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള ഒരു ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു ഫലം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു ഫലം ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈ 72 പേര് തിരിച്ചു വന്നിട്ട് പറയണത്, ലോകത്തില് അവരുടെ കൺമുന്നില് അവര് കണ്ട കാര്യങ്ങളാണ്. പിശാചുകൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് കണ്ടതാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ കാണാത്തൊരു സംഗതി നടന്നിട്ടുണ്ട്. അതെവിടെയാണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു പ്രതിഫലം ലഭിക്കാനിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട അല്ലെങ്കിൽ ലോകത്തില് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ചില ഫലങ്ങളല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് നിങ്ങൾ അറിയാത്ത ഒരു ഫലം നിങ്ങളെ കാത്ത് സ്വർഗത്തിലുണ്ട്. അതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുകയാണ്. നമ്മൾ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യം അതൊരു പക്ഷെ ഒരു കുടുംബനാഥന്റേതാകാം, കുടുംബനാഥയുടേതാകാം, അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള മറ്റ് വഴികൾ നമുക്ക് മുമ്പിൽ ദൈവം തുറന്നിട്ടിട്ടുണ്ടായിരിക്കാം. ദൈവം നമ്മളെ ഏൽപ്പിച്ച പ്രേക്ഷിത ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.